ഹലോ നമസ്കാരം. 2025 PSC എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? ഓപ്ഷൻ എ KM പണിക്കർ, ഓപ്ഷൻ ബി ഏലിയാസ് ചാവറ, ഓപ്ഷൻ സി KP കേശവമേനോൻ, ഓപ്ഷൻ ഡി K മാധവൻ നായർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? ആൻസർ KM പണിക്കർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഓപ്ഷൻ എ NV കൃഷ്ണവാര്യർ, ഓപ്ഷൻ ബി MD വാസുദേവൻ നായർ, ഓപ്ഷൻ സി K അയ്യപ്പൻ, ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? ആൻസർ ചേറ്റൂർ ശങ്കരൻ നായർ. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ വൈക്കം, ഓപ്ഷൻ ബി ചാവക്കാട്, ഓപ്ഷൻ സി കോഴഞ്ചേരി, ഓപ്ഷൻ ഡി പള്ളിപ്പുറം. ആൻസർ ഓപ്ഷൻ എ വൈക്കം. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു, ഓപ്ഷൻ ബി മൊയ്തു മൗലവി, ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ, ഓപ്ഷൻ ഡി K കേളപ്പൻ. ആൻസർ ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നിശബ്ദ വസന്തം സൈലൻസ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ എ ചാൾസ് ഡാർവിൻ, ഓപ്ഷൻ ബി MS സ്വാമിനാഥൻ, ഓപ്ഷൻ സി സലീം അലീം, ഓപ്ഷൻ ഡി റേച്ചൽ കഴ്സൺ. ആൻസർ ഓപ്ഷൻ ഡി റേച്ചൽ കഴ്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഓപ്ഷൻ എ ഡെൻഡെയിൻ, ഓപ്ഷൻ ബി ഇനാമൽ, ഓപ്ഷൻ സി തലയോട്, ഓപ്ഷൻ ഡി സ്റ്റേപ്പിസ്. ആൻസർ ഓപ്ഷൻ ബി ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഓപ്ഷൻ ബി ഇനാമൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി വൃക്ക, ഓപ്ഷൻ സി തലച്ചോർ, ഓപ്ഷൻ ഡി ആഗ്നേയഗ്രന്ഥി. ആൻസർ ഓപ്ഷൻ എ കരൾ. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിൽ വെച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിന് ആകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഓപ്ഷൻ എ നെപ്പോളിയൻ, ഓപ്ഷൻ ബി മെറ്റർനിക്, ഓപ്ഷൻ സി റൂസോ, ഓപ്ഷൻ ഡി വോൾട്ടയർ. ആൻസർ ഓപ്ഷൻ ബി മെറ്റർനിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. ഓപ്ഷൻ ബി പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയം. ഓപ്ഷൻ സി ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? ഓപ്ഷൻ എ 42, ഓപ്ഷൻ ബി 74, ഓപ്ഷൻ സി 91, ഓപ്ഷൻ ഡി 61. ആൻസർ ഓപ്ഷൻ ഡി 61. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി പാലക്കാട്. ആൻസർ ഓപ്ഷൻ സി കൊല്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ എ നെടുമങ്ങാട്, ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര, ഓപ്ഷൻ സി ചിറയൻകീഴ്, ഓപ്ഷൻ ഡി കാട്ടാക്കട. ആൻസർ ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി ആസാം, ഓപ്ഷൻ ഡി കേരളം. ആൻസർ ഓപ്ഷൻ ഡി കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഓപ്ഷൻ എ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് കർണാടകം, ഓപ്ഷൻ ബി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ, ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കല, ഓപ്ഷൻ ഡി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാൾ. ആൻസർ ഓപ്ഷൻ ബി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ
ഭൂവിഭാഗം ഏത്? ഓപ്ഷൻ എ മാൾവ പീഠഭൂമി, ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ സി ആരവല്ലി പർവ്വതനിര, ഓപ്ഷൻ ഡി ഉത്തര മഹാസമതലം. ആൻസർ ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെ ആണ്? ഓപ്ഷൻ എ ഉത്തരപർവ്വത മേഖല, ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം, ഓപ്ഷൻ സി ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ ഡി തീര സമതലങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്? ഓപ്ഷൻ എ 1956 നവംബർ, ഓപ്ഷൻ ബി 1949 ജൂലൈ 1, ഓപ്ഷൻ സി 1949 ജനുവരി 12, ഓപ്ഷൻ ഡി 1948 ജൂലൈ 28. ആൻസർ ഓപ്ഷൻ ബി 1949 ജൂലൈ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? ഓപ്ഷൻ എ ഖേഡ, ഓപ്ഷൻ ബി അഹമ്മദാബാദ്, ഓപ്ഷൻ സി ചമ്പാരൻ, ഓപ്ഷൻ ഡി ബംഗാൾ. ആൻസർ ഓപ്ഷൻ സി ചമ്പാരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി ശക്തൻ തമ്പുരാൻ, ഓപ്ഷൻ ഡി ധർമ്മരാജ. ആൻസർ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. ആൻസർ ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കടം കൊണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ദേശീയഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നൊബേൽ സമ്മാന ജേതാവായ ബംഗാളി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. കാരണം ഇവയെല്ലാം തെറ്റായ പ്രസ്താവനയാണ്. ദേശീയഗാനം ആലപിക്കാനായിട്ട് ഏകദേശം 52 സെക്കൻഡ് വേണം. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ് ദേശീയഗാനം എഴുതിയത്. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ വി പി മേനോൻ, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി ഫസൽ അലി, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ആൻസർ ഓപ്ഷൻ സി ഫസൽ അലി. ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചത് ആര്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി സത്യേന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ആൻസർ ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 41, ഓപ്ഷൻ ബി 44, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ആൻസർ ഓപ്ഷൻ സി 3.